അതായത് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരും, അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, അല്ലെങ്കിൽ NDO ആയിക്കോട്ടെ, ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരി, അവരുടെ മുന്നിൽ തീർച്ചയായിട്ടും വെല്ലുവിളികൾ ധാരാളമായിട്ടുണ്ടാകും. അതെ. കേരളത്തിന് ഈ വേനൽ സംഭാവന ചെയ്ത നാശനഷ്ടങ്ങൾ, അതെ, പാമ്പ് കടി ഏറ്റിട്ടുണ്ടായിട്ടുള്ള മരണങ്ങൾ, അതെ, ഈ വെടിക്കെട്ട് ദുരന്തങ്ങൾ, അതുകൂടാതെ ആരോഗ്യ മേഖലയിലെ സർവനാശകമായിട്ടുള്ള ഫലങ്ങൾ. ഇപ്പോൾ തന്നെ മെഡിക്കൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ യാതൊരു വിധമായ ടെൻഡറുമില്ലാതെ അവിടെ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുക. KHRWS എന്ന് പറയുന്ന സ്ഥാപനം വാങ്ങിച്ചിരിക്കുക. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്. ആ പ്രശ്നങ്ങൾ, അഴിമതിയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ധാരാളമായിട്ട് പ്രശ്നസങ്കുലമായിട്ടുള്ള കേരളത്തിലെ തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ്. യുവാക്കളുടെ കാര്യം, പിന്നെ കൊടുത്തിരിക്കുന്ന ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് ഓരോ മുന്നണിയും അവരുടെ പ്രകടന പത്രികകളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ അതെങ്ങനെ നിറവേറ്റി, ഇവിടുന്ന് വല്ലതും വേണ്ടേ, ട്രഷറിയിൽ വല്ലതും വേണ്ടേ, മടി കാശ് വല്ലതും വേണ്ടേ, ഇതല്ലാതെ എങ്ങനെ നിറവേറ്റും? ഈ വെല്ലുവിളികളെ എങ്ങനെ കാണുന്നു? എന്തൊക്കെയാണ് വെല്ലുവിളി? കേരളത്തിന് പുതിയ ഗവൺമെൻറ് വലിയ വെല്ലുവിളികൾ തന്നെ നേരിടേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ല വരുന്നത്, ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരസ്കരിക്കാനുള്ള ധാരാളം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ശക്തമായിട്ട് പഠിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ ഒന്നാമത്തെ വെല്ലുവിളി ശബരിമല കേസാണ്. ആ ശബരിമല കേസിൻ്റെ അന്വേഷണം സംസ്ഥാന സിറ്റും സ്വർണ്ണക്കൊള്ള കേസ് ഇത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ തെളിയത്തില്ല. അത് ഇല്ല, തീർച്ചയായിട്ടും തെളിയത്തില്ല. CBI വേണം, CBI തന്നെ എൻ്റെ ആവശ്യമാണ്. അപ്പൊ ഈ കേസ് CBIക്ക് വിടുക എന്നുള്ളത് അടുത്ത ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായിരിക്കണം. കാരണം ഈ കേസ് തെളിയിക്കണം. ഈ സ്വർണം എവിടെ പോയെന്ന് ഇതുവരെ ആർക്കും അറിഞ്ഞൂടാ. എവിടെ പോയി ഈ സ്വർണം? ആര് കൊണ്ടുപോയി? വല്ല പരസ്യത്തിനും വല്ല ആരെങ്കിലും ഉപയോഗിച്ചു? ഇത് എവിടെയാണ് പോയത് ഈ സ്വർണം? ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്വർണം എവിടെ പോയി? അപ്പൊ ഇത് ഇതുവരെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇത് കണ്ടെത്തണം. ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത്? ഇത് വെറും ഒരു പോറ്റിയാണോ? അല്ലെങ്കിൽ 1-2 ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മാത്രമേ ഉള്ളൂ? ഇതിന്റെ ഇവരെ എങ്ങോട്ടൊക്കെയാണ് ഇത് പോയിരിക്കുന്നത്? ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നത്? ഇതിന്റെ പുറകിലുള്ള മന്ത്രിമാർ ആരൊക്കെയായിരുന്നു? എന്തുകൊണ്ടാണ് ഇവരെ വെറുതെ വിട്ടത്? അതെ, എന്തുകൊണ്ടാണ് തൊണ്ടി? ഈ കാര്യം അന്വേഷിക്കണമെങ്കിൽ ഇത് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം. അത് ഈ ഗവൺമെന്റിന്റെ, ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം. രണ്ടാമത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ സംഘങ്ങൾ, അതിലെ പാവങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള പണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൊള്ളയടിച്ചതിന്റെ പുറകിൽ ആരാണ്? ഈ സഹകരണ സംഘങ്ങളിലെ നിക്ഷേപം തട്ടിയെടുത്തിരിക്കുന്നത് ആരാണ്? ഇതിന് സമഗ്രമായിട്ടുള്ള ഒരു എൻക്വയറി ആവശ്യമായിട്ടുണ്ട്. ഈ പണം ആരാണ് തട്ടിയെടുത്തിരിക്കുന്നത്? ഇത് പിടിച്ചെടുത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അടുത്ത് വരുന്ന ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം തൃശ്ശൂർ ഒരു സഹകരണ സംഘത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത് ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇത് തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ ഒരു 10-250 സഹകരണ സംഘങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള കൊള്ള നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശരിക്കും ചെയ്യേണ്ടത് ഈ അവിടുന്ന് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി അത് പണമാക്കി മാറ്റിയ ആളുകളെ എല്ലാം പിടിച്ച് അവരിൽ നിന്ന് അതിന്റെ വസൂലാക്കുക എന്നുള്ള ചെയ്യാനുള്ള അധികാരം തീർച്ചയായിട്ടും ചെയ്യണം. മറ്റ് ക്രിമിനൽ കുറ്റങ്ങളാണ് CBI അന്വേഷിക്കേണ്ടത്. കാരണം ആവശ്യമില്ലാത്ത ആൾക്കാരെ ആവശ്യമില്ലാത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ CBI അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഇതിന്റെ ഈ സ്വർണ്ണം എവിടേക്ക് പോയെന്നും അത് എവിടെയാണ് ഈ ഇതിന്റെ മണി ലാൻഡറിങ് നടന്നിട്ടുള്ളതെന്നും അവർ തന്നെ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് റെഫർ ചെയ്യും. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അതെ, ഇത് വിദേശത്തേക്ക് കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ CBIയെ കൊണ്ടും പറ്റില്ല, EDയെ കൊണ്ടും പറ്റില്ലത്. അതിന് NIA തന്നെ വേണ്ടി വരും. വിദേശങ്ങളിലേക്കും പോയിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് വരും. അതെ, അങ്ങനൊരു കാര്യം കിടപ്പുണ്ട്. അതും ചിലപ്പോൾ അതും വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ,
നേരത്തെ പറഞ്ഞു, കോടതി തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിദേശങ്ങളിലേക്ക് പോയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആന്റിക്വിറ്റി വെച്ച്. അതുകൊണ്ടാണ് ഇത് CBI അന്വേഷിച്ചാലേ ഇത് തെളിയിക്കാൻ പറ്റുള്ളൂ. അന്വേഷിച്ചാലും ഇന്ത്യക്കകത്തെ നടക്കത്തുള്ളൂ. അപ്പൊ അതിനപ്പുറമുള്ള അല്ല, അത് അവർക്ക് മറ്റേ ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുവാനും ഉള്ള സംവിധാനം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അവർ ആ രീതിയിൽ ഇന്റർപോളുമായിട്ടും ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ കഴിയും. കരാറുകളുണ്ട് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള. നമ്മുടെ സ്റ്റേറ്റ് പോലീസിന് അത് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ അത് ഗവൺമെന്റിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രയോറിറ്റികളിലൊന്നാണ്. പിന്നെ അതേപോലെ തന്നെ കേരളത്തില് പല മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ആരോഗ്യ മേഖല എടുത്തു നോക്കുക, ആകെ തകർന്ന് പൊളിഞ്ഞു കിടക്കുകയല്ലേ. നമ്മുടെ മെഡിക്കൽ കോളേജിൽ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലണമെങ്കിൽ സിറിഞ്ചും മരുന്നും എല്ലാം കൂടെ കൊണ്ടുവന്നാലേ അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിക്ക് നമ്മൾ അവിടെ ഒരു സർജറി നടത്തണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശസ്ത്രക്രിയക്ക് പോലും. അത് മുഖ്യമന്ത്രി തിമിര ശസ്ത്രക്രിയക്ക് പോയത് ചെന്നൈയിലാണ്. എന്നിട്ട് കേരളത്തില് പിന്നെ കണ്ണിന് തിമിര ശസ്ത്രക്രിയ നടത്താൻ പോലുമുള്ള സംവിധാനം കേരളത്തിലെ ആശുപത്രികളിലില്ലേ? വിശ്വസിച്ച് പോകാവുന്ന അവസ്ഥ ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. ഇല്ലേ? അത് എന്താണ് നമുക്ക് കാണിക്കുന്നത്? കേരളത്തിലെ അത്ര നമ്പർ 1 എന്ന് പറഞ്ഞ ഈ ആരോഗ്യ മേഖലയിൽ അവിടെ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ തമിഴ്നാട്ടിൽ പോയി തിമിര ശസ്ത്രക്രിയ നടത്തുന്നു. അമേരിക്കയിൽ പോയി ഉദര ചികിത്സ. അതെ, ഇത് കേരളത്തിൽ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിലെ മന്ത്രിമാരെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഈ ആരോഗ്യരംഗം ഇപ്പൊ ആകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ആവശ്യം വേണ്ട സാധനങ്ങൾ ഇത് പ്രൈമറി ആയിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ആശുപത്രിയിൽ ആവശ്യം വേണ്ട മരുന്ന്, അതിന്റെ എക്യുപ്മെന്റ്സുകൾ, സർജറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇത് എല്ലാ ആശുപത്രികളിലും ലഭ്യമാക്കേണ്ട പ്രൈമറി ഉത്തരവാദിത്വം ഇനി വരുന്ന ഗവൺമെന്റുകൾക്കുണ്ട്. തീർച്ചയായിട്ടും പിണറായി ഗവൺമെന്റ് കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. മറ്റേ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അവരെ കൊണ്ട് കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ചോർച്ചയെന്ന് പറയുന്നു. അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വിള്ളലിൽ നിന്ന് മന്ത്രി വന്ന് അത് അടച്ച് വിരല് കൊണ്ട് ഇങ്ങനെ മാന്തി വെച്ചാൽ അത് വിള്ളലുണ്ട്. വിള്ളലാണ് ഇത് കാണുമ്പോ പുതുതായിട്ടുണ്ടായ കെട്ടിടത്തില് അല്ലേ. നമുക്കായാലും ഭിത്തിയിൽ ഇങ്ങനെ ചോർച്ചയുടെ പാടുകൾ കണ്ടു കഴിഞ്ഞാൽ വിഷമം വരില്ലേ? ഇനി ഇവിടെയും നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നില്ലേ? അതേപോലെ ഈ ആശുപത്രികളിൽ ഇപ്പൊ ഈടാക്കുന്ന ഫീസ് അത് ഇപ്പം പല പണ്ട് ഈ OP ടിക്കറ്റിന് പോലും വളരെ ചെറിയ ഫീസ് ആയിരുന്നത് ഇപ്പൊ അതൊക്കെ എല്ലാം കൂട്ടിയിട്ടുണ്ട്. ഈ ആശുപത്രിയിലെ എല്ലാ തരത്തിലുള്ള ഫീസുകളും കൂട്ടിയിട്ടുണ്ട്. ഈ പാവങ്ങൾക്ക് വേണ്ടിയല്ലേ, പാവങ്ങളല്ലേ ഈ നമ്മുടെ സാധാരണ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പോകുന്നത്. ഇപ്പോഴും ചെറിയ തോതിൽ കൂട്ടിയൊന്നും കുഴപ്പമില്ല, അതിന് സമരം നടത്തും. പക്ഷെ പാവങ്ങൾ ചെല്ലുമ്പോ ഉപകരണങ്ങൾ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വരണം. അതെ, അതേപോലെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലോട്ട് ആകെ കുത്തഴിഞ്ഞ് കിടക്കുകയല്ലേ. കുത്തഴിഞ്ഞ് കിടക്കുന്നു. നമ്മുടെ കോളേജുകളിലൊന്നും കുട്ടികൾ പഠിക്കാനില്ല. എന്തുകൊണ്ട് കേരളത്തിലെ കോളേജുകളിൽ കുട്ടികൾ പഠിക്കാനില്ലാത്തത്? കേരളത്തിലെ കുട്ടികളെല്ലാം കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്നു. അല്ല, ഞാൻ തമിഴ്നാട്ടിൽ പോയി പഠിക്കുന്നു, കർണാടകയിൽ പോയി പഠിക്കുന്നു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കിയിട്ടും ഫലമൊന്നും ഇല്ലെന്നാണ് എന്റെ അർത്ഥം. പൊതു വിദ്യാഭ്യാസം ക്വാളിറ്റി ഇല്ലല്ലോ. ക്വാളിറ്റി ഇല്ല. അവിടെ നടക്കുന്നത് സർവീസ് കോളേജുകളിലൊന്നും ക്ലാസ്സുകൾ നടക്കും. സാറ് ഒരു അധ്യാപകനായിരുന്നു, ഒരു ഡീൻ. സർവകലാശാലയിലെ ആ കോളേജുകളില് പിന്നെ സർവീസ് സംഘടനാ പ്രവർത്തനമാണ് നടക്കുന്നത്. ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം നടത്തുന്നില്ല. UGC സ്കെയിൽ വാങ്ങിക്കാൻ വേണ്ടി വലിയ സമരമായിരുന്നു. പക്ഷേ സ്കെയിൽ വാങ്ങിച്ച ശേഷം നല്ല പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുണ്ട്. പക്ഷെ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുണ്ട്, അവർക്ക് അവസരം കിട്ടുന്നില്ല. പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സംവിധാനം കോളേജുകളിലില്ല, കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. പ്രത്യേകിച്ചും ഗവൺമെന്റ് കോളേജുകൾ. ഈ പ്രൈവറ്റ് കോളേജുകളിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പം മാർവിയാനിയസ് കോളേജ് പോലെയൊക്കെയുള്ള നല്ല കോളേജുകളിൽ അവിടെ അധ്യാപനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഗവൺമെന്റ് കോളേജുകൾ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. പഠിക്കാൻ പോയ പ്രിൻസിപ്പൽമാര് തന്നെ ഇല്ലാത്ത അവസ്ഥ. യൂണിവേഴ്സിറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വൈസ് ചാൻസലർമാരില്ല. ഒരു വൈസ് ചാൻസലർക്ക് 2-3 യൂണിവേഴ്സിറ്റികളുടെ ചാർജല്ലേ ഉള്ളത്. ഇപ്പോഴും AGN തൊഴുത്ത് പോലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുകയാണ്. ആ വിദ്യാഭ്യാസ മേഖലയെ നേരെയാക്കാൻ നല്ല ഒരു വിദ്യാഭ്യാസ മന്ത്രി, നല്ല വിഷനും മിഷനും ഉള്ള, കാര്യശേഷിയുള്ള, വിദ്യാഭ്യാസമുള്ള, അത് പ്രത്യേകിച്ച് നമ്മൾ പറയണം, വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമുക്ക് വളരെ. ശിവൻകുട്ടിയെ ഉദ്ദേശിച്ചാണോ? ഞാനതൊന്നും ഉദ്ദേശിക്കുന്നില്ല. ശിവൻകുട്ടിക്ക് ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിലും പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും അത് ഒരു യൂണിവേഴ്സിറ്റി എന്നാണ് അല്ലേ. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം, യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പോലും വേണ്ടാത്ത സ്ഥിതിയിലായിരിക്കും. വേണ്ട, എല്ലാവരും പുറത്തേക്ക് പോവല്ലേ. അതെ,
ആ ഒരു അവസ്ഥയാണ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.